5 മണി തൊട്ട് റവന്യൂ മിനിസ്റ്ററെ ബന്ധപ്പെട്ടു, ചീഫ് സെക്രട്ടറിയെ ബന്ധപ്പെട്ടു, ജില്ലയിലെ ചാർജുള്ള മന്ത്രിമാരെ ബന്ധപ്പെട്ടു, എല്ലാ കളക്ടർമാരെയും ബന്ധപ്പെട്ടു. നമ്മൾ അങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ എന്ന് അവരോട് ചോദിച്ചു. വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. നമസ്കാരം. ചില കാര്യങ്ങളൊക്കെ പ്രതികരിക്കേണ്ടെന്ന് വിചാരിച്ചാലും ചിലതൊക്കെ കേൾക്കുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ തോന്നുന്നില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുകയുണ്ടായി, അദ്ദേഹം രാവിലെ മുതൽ സംഭവം അറിഞ്ഞ് രാവിലെ മുതൽ എല്ലാ മന്ത്രിമാരെയും, ചീഫ് സെക്രട്ടറിയെയും, റവന്യൂ മിനിസ്റ്റർ, കലക്ടർ, അങ്ങനെ തുടങ്ങിയ എല്ലാവരെയും ബന്ധപ്പെടുന്നുണ്ട്. ഞാൻ അവിടെ വരണമെന്ന് ചോദിച്ചു, അവർ വരേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ആ വർത്താനം കേൾക്കുമ്പോൾ തോന്നുന്നില്ലേ ഇതെന്തോ ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന? അതിലൊരു ശകലം ആത്മാർത്ഥത തോന്നുന്നുണ്ടോ? ഞാൻ ഇതൊക്കെ ചെയ്തു എന്ന് വിളിച്ചു പറയുന്നു. ഞാൻ വരണോ എന്ന് ചോദിച്ചെന്ന്. വരണോ? നിങ്ങൾ ശരിക്കും അങ്ങനെയല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങളോടാണ് പറയുന്നത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഞാൻ വരണോന്ന് ചോദിക്കുകയല്ല, വരുവാണ് ചെയ്യേണ്ടത്. മുൻ മുഖ്യമന്ത്രിയെ നോക്കണ്ട, തമിഴ്നാട് മുഖ്യമന്ത്രി അന്ന് അവിടെ ഈ അടുത്ത ഇടയ്ക്ക് ഒരു വീഡിയോ പ്രചരിച്ചിരുന്നു. അവിടെ ഒരു ഹോസ്പിറ്റലിലെ ചില പ്രശ്നങ്ങളെ പറ്റി അവിടെ അഡ്മിറ്റ് ആയിരുന്ന ഒരു കുട്ടിയുടെ അമ്മ ചെയ്ത വീഡിയോ. തമിഴ്നാട് മുഖ്യമന്ത്രി എന്താ ചെയ്തത്? ഒരു മന്ത്രിമാരെയോ ആരെയും വിട്ട് അന്വേഷിപ്പിക്കാതെ അദ്ദേഹം നേരിട്ട് പോയി അന്വേഷിക്കുകയോ ചെയ്തത്. അല്ലാതെ അദ്ദേഹം ആരെയും വിളിച്ച് ചോദിച്ചില്ല, ഞാൻ അവിടെ വരേണ്ട ആവശ്യമുണ്ടോ, ഞാൻ അവിടെ വരേണ്ടതായിട്ടുണ്ടോ എന്നൊന്നും അദ്ദേഹം ചോദിച്ചില്ല. അദ്ദേഹം നേരിട്ട് പോയി. അതാണ് ഉത്തരവാദിത്വം, അതാണ് സിൻസിയാരിറ്റി. അല്ലാതെ ഇത് ആർക്കോ വേണ്ടി എന്തോ ചെയ്യുന്ന പോലെ ചെയ്യുന്നതായിട്ടല്ല ചെയ്യേണ്ടത്. ബാക്കിയും കൂടി കേൾക്കാം. നമ്മൾ എടുത്ത പ്രോഗ്രാമിന് പോയി. ഞാൻ ഭക്ഷണം കഴിച്ചു പോയി അന്ന് 3 മണിയായപ്പോൾ. എനിക്കറിയില്ലായിരുന്നു 2018-ലും 2019-ലും ദുരന്തം ഉണ്ടായിരുന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാരമാണ് ഇരുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇതിനാണ് വീണടുത്ത് കടന്ന് ഉരുളുക എന്ന് പറയുന്നത്. നിങ്ങൾ ഭക്ഷണം കഴിക്കരുതെന്നോ പട്ടിണി കിടക്കണമെന്നോ ഒന്നും ആരും പറഞ്ഞിട്ടില്ല. കുറച്ച് വിവേകം കാണിക്കണം. അതും നാട് ഇത്രയും വലിയൊരു അപകടത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന ഒരു ആള് കാണിക്കേണ്ട കാര്യമല്ല നിങ്ങൾ കാണിച്ചത്. പിന്നെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി പട്ടിണി കിടക്കുമായിരുന്നെന്ന് അറിഞ്ഞില്ല എന്നും. അദ്ദേഹം എന്തായാലും ഇതുപോലെ ഔചിത്യം ഇല്ലാതെ പെരുമാറിയിട്ടില്ല. ആ സമയത്ത് അദ്ദേഹം എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എല്ലാ ആളുകൾക്കും അറിയാം. പിന്നെ നിങ്ങൾ സൽക്കാരം സ്വീകരിച്ചത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത്. ഈ സൽക്കാരമൊക്കെ സ്വീകരിക്കാൻ ഒരു സമയമുണ്ട്. നാട് അപകടത്തിൽ കിടക്കുന്ന സമയത്തല്ല ഈ സൽക്കാരത്തിന് പോകേണ്ടത്. നിങ്ങൾക്ക് സൽക്കാരമൊക്കെ മാറ്റി വെക്കാൻ പറ്റും, പക്ഷെ നാടിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത്, അപകടത്തിൽപ്പെട്ട സമയത്ത് പ്രവർത്തിക്കുക എന്നുള്ളത് മാറ്റി വെക്കാൻ പറ്റുന്ന കാര്യമല്ല. കുറച്ച് ബോധം കാണിക്കണം. എന്തൊരു മര്യാദകേടാണ്! എത്ര ഹീനമായിട്ടുള്ള എത്ര ഹീനമായ അതെ, എന്തൊരു മര്യാദകേടാണ്. അതാണ് ഞങ്ങൾ ജനങ്ങൾക്ക് അങ്ങയോടും പറയാനുള്ളത്. എന്തൊരു മര്യാദകേടാണ്, എത്ര ഹീനമായിട്ടുള്ള പ്രവൃത്തിയാണ് അങ്ങ് ഈ സമയത്ത് ചെയ്യുന്നത്. എന്ത് ഔചിത്യക്കുറവാണ്, എന്ത് ഔചിത്യമാണ് അങ്ങ് ഇതിൽ കാണുന്നത്. ഭക്ഷണം കഴിക്കാൻ പാടില്ലേ? നിങ്ങൾക്ക് വേറെ എന്തോ ദുരുദ്ദേശമുണ്ട് നിങ്ങൾ ചോദിക്കുന്നതിൽ. നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അങ്ങേക്ക് കഴിക്കാം. അത് ഇതുപോലെ നാട് മുഴുവൻ കൊട്ടി ആഘോഷിച്ച് വിളംബരം ചെയ്ത് ഫോട്ടോ ഒക്കെ ഇട്ടല്ല ആഹാരം കഴിക്കേണ്ടത്. ആദ്യം നിങ്ങൾ നിങ്ങളുടെ ചുമതല ചെയ്യുക നാടിന് വേണ്ടിയിട്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാനോ അല്ലെങ്കിൽ സൽക്കാരം സ്വീകരിക്കാനോ പറ്റിയ സമയമല്ല. ഭക്ഷണം കഴിക്കണം ജീവൻ നിലനിർത്തണമെങ്കിൽ. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തം മറന്നു പോകുന്നു. നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ജോലി നിങ്ങൾ ചെയ്യേണ്ട സമയമാണിപ്പോൾ, അല്ലാതെ സൽക്കാരം സ്വീകരിക്കേണ്ട സമയമല്ല. ഉത്തരം മുട്ടുമ്പോ കൊങ്ങനം കുത്തുക എന്ന് പറയുന്നത് പോലെ ആയിപ്പോയി ഇത്. നിങ്ങൾക്ക് വേറെ എന്തോ ദുരുദ്ദേശമുണ്ട്. മുഖ്യമന്ത്രി ഒരു ഉത്തരവാദിത്തപ്പെട്ട ചുമതലയിരിക്കുന്ന അങ്ങ് കാണിക്കുന്ന തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നതിന് അങ്ങ് പറയുന്ന മറുപടിയാണ് ഇതിന് വേറെ എന്തോ ദുരുദ്ദേശം ഉണ്ടെന്ന്. ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയിൽ പറയരുത്. ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ബഹളം ഉണ്ടാക്കി. രാജഭരണമാണോ ജനാധിപത്യമാണോ? ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയിൽ സംസാരിക്കാൻ പാടില്ല, പറയരുത്. ഇങ്ങനെയാണോ പറയേണ്ടത്? അങ്ങ് പറയേണ്ടത് എനിക്ക് സംസാരിക്കാൻ സമയം തരൂ എന്നാണ് പറയേണ്ടത്, അല്ലാതെ ആജ്ഞാപിക്കുവല്ല ജനങ്ങളോട്. കൂടുതലൊന്നും പറയാനില്ല. ഞാൻ ഈ വീഡിയോ റിയാക്ട് ചെയ്തതിൻ്റെ കാരണം ജനങ്ങളിൽ ഒരാൾ എന്ന നിലയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ദഹിച്ചില്ല. അതുകൊണ്ട് എനിക്ക് ദഹിക്കാത്ത കാര്യങ്ങൾ ഞാനിവിടെ റിയാക്ട് ചെയ്തു. അത് ജനങ്ങളിൽ ഒരാൾ എന്ന നിലയിൽ എൻ്റെ അവകാശമായിട്ട് ഞാൻ കാണുന്നു, അത്രമാത്രം.